ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. 2024 ജനുവരി 28 മുതൽ ഫെബ്രുവരി 3 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഈ പ്രോഗ്രാമിൽ പറയുന്നത്. ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജപധ്യാനാദികൾ, ക്ഷേത്രാധികാരികൾ, ക്ഷേത്ര ദർശനം, അവിടെ നിന്നുള്ള ഒരു പ്രാർത്ഥനാ ക്രമം, ദീപാരാധന, നമ്മൾ തൊഴുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അമ്പലത്തിൽ കഴിയുമെങ്കിൽ ചെറിയ വലിയ പണച്ചെലവില്ലാത്ത വഴിപാടുകൾ അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം സമർപ്പണമുണ്ടോ അത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകും എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത് എന്നുള്ള കാര്യം അറിയാം. വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ധൈര്യവും വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. മോഡേൺ സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതുകൊണ്ട് തന്നെ ഭക്തിയെ, സമർപ്പണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണവും ഇതുതന്നെയാണ്. അപ്പോൾ പാശ്ചാത്യ ജ്യോതിഷത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഭാരതീയ ജ്യോതിഷം. അതിന് പ്രധാനപ്പെട്ട കാരണം ഭാരതീയ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ക്ഷേത്രങ്ങളെ നമ്മൾ ദേവതാസ്ഥാനങ്ങളായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ആ ദേവതാസ്ഥാനങ്ങളെ നമ്മൾ സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ആന്തരികമായിട്ടുള്ള നമ്മുടെ ശക്തി കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നു എന്നുള്ളത്. ആന്തരികമായിട്ടുള്ളൊരു ശക്തി, അതാണ് ഈശ്വര സങ്കല്പത്തെ നമ്മൾ ആന്തരികമായിട്ട് കാണുകയും അതുകൊണ്ട് തന്നെ ഒരു അവയർനെസ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ആ ബോധമുണ്ടാകുകയും ആ ബോധം കൊണ്ട് തന്നെ ആന്തരികമായിട്ടുള്ള ശക്തി വർദ്ധിക്കുകയും, അല്ലെങ്കിൽ അതിൻ്റെ ആ കേർട്ടൻ, മറ നീക്കി നമ്മളത് കാണുന്നു, അല്ലെങ്കിൽ അവെയറാകുന്നു ആന്തരികമായിട്ടുള്ള ശക്തി. ഇതിൻ്റെ നമ്മൾ എത്രത്തോളം വ്രതമെടുത്ത് ശബരിമലയിൽ പോകുമ്പോഴും അവിടെ നമ്മൾ കാണുന്ന തത്വമസി, നീ തന്നെ അത് എന്നുള്ളതാണ്. അതായത് ഈശ്വരൻ നീ തന്നെയാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ വ്രതമെടുക്കുന്നത്, ശബരിമലയിൽ പോകുന്നത്. അതുകൊണ്ടാണല്ലോ പരസ്പരം നമ്മൾ അയ്യപ്പ എന്ന് വിളിക്കുന്നു, മാളികപ്പുറം എന്ന് വിളിക്കുന്നതിൻ്റെ പിന്നിലെ അർത്ഥവും അത് തന്നെയാണ് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്ഷേത്രാരാധന എന്ന് പറയുന്ന ഉള്ളിലുള്ള ഈശ്വരനെ അറിയുവാനും ആ ശക്തി കൊണ്ട് നമ്മൾ ജീവിതത്തിൽ വിജയത്തിൻ്റെ ഓരോ പടവുകൾ ചവിട്ടിക്കയറാനും നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും, അതുകൊണ്ട് തന്നെ ഗൃഹത്തിൽ എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷവും ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഭാരതീയ സങ്കല്പം, ഈശ്വര സങ്കല്പം അറിഞ്ഞു വേണം ഭാരതീയ ജ്യോതിഷം കാണുവാൻ എന്ന് പറയുന്നത്. എല്ലാ എപ്പിസോഡിലും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ ചിന്തയോടുകൂടി, ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ജീവിത വിജയം നേടുവാൻ ഈ ഭക്തി സമർപ്പണം സഹായിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കാം. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തവർ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നവരൊക്കെ ജോലിക്ക് ശ്രമിച്ചോളൂ എന്നുള്ളതാണ്. ഇപ്പോഴേ ജോലിക്ക് ശ്രമിക്കാം, കാരണം തരക്കേടില്ലാത്ത ഒരു സമയമാണ്. ജോലിക്ക് നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ട് ജോലിയിൽ പെട്ടെന്നൊരവസരം ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അപ്പോൾ റിട്ടേൺ ടെസ്റ്റൊക്കെ എഴുതാം, ഇൻ്റർവ്യൂസ്, ഏത് ഇൻ്റർവ്യൂവിന് നമുക്ക് കോൾ ലെറ്റർ വന്നാലും അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം. യാത്രകൾ വരുവാനുള്ള സാധ്യത, യാത്ര കൊണ്ട് നേട്ടം, ജീവിതത്തിൽ ഉയർച്ച ഒക്കെ വരാനുള്ള യോഗമുണ്ട്. ഇപ്പോൾ ജോലിയുള്ളവർക്ക് പുതിയ ജോലിക്കുള്ള ഓഫേഴ്സൊക്കെ വന്നു ചേരുന്നുള്ളതാണ്. അത് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ആലോചിച്ചതിന് ശേഷം ജോലി മാറുന്നതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദൂരദേശത്ത് നിന്ന്, വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്തയൊക്കെ കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ അല്പം ഒരു കോപ സ്വഭാവം അത് ഈ രാശിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ചൊവ്വയുടെ ആ ഒരു നില, ഒരു പൊസിഷൻ അനുസരിച്ചിട്ടും നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം, കോപസ്വഭാവമൊക്കെ അങ്ങോട്ട്, ഇമ്പൾസീവ് ബിഹേവിയർ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സ്നേഹത്തോടുകൂടി കുടുംബത്തിലെ ഓരോ അംഗത്തോടും പെരുമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയോട് പ്രത്യേകിച്ച് അത് വളരെ പ്രധാനമാണ്. എന്താ കാര്യം, ആ ഒരു സന്തോഷം മനസ്സിൽ ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം കൊണ്ട് ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങളിൽ നമുക്ക് എത്തുവാൻ കഴിയും. ആരോഗ്യ പ്രയാസങ്ങൾ, തലവേദന, അങ്ങനെയുള്ള ചെറിയ ആരോഗ്യ
ആരോഗ്യ പ്രയാസങ്ങൾ ഈ ആഹാര കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വാരം. അതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങും. ഈ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങളും ഒക്കെ നീക്കുവാനായിട്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ എന്നുള്ളതാണ്. ശ്രീ ഭദ്രാംബിക സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും എന്ന് മാത്രമല്ല, അനുകൂലമല്ലാത്ത ഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. യാത്രകൾ അധികം വരും. അല്പം ഒരു പണച്ചെലവ് ഏറിയിരിക്കുന്ന വാരമാണ്. യാത്രകളിലും പണച്ചെലവ് വരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതുവഴിയും പണച്ചെലവ് വരാം എന്നുള്ളത്. വാഹനത്തിനോ ഗൃഹത്തിനോ ചെറിയ റിപ്പയർ വർക്കൊക്കെ വരുന്ന, അത് അവിചാരിതമായിട്ട് റിപ്പയർ വർക്ക് വരുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഈ ലാൻഡ് ട്രാൻസാക്ഷൻസ്, വസ്തു വിൽക്കുക, റെൻറ്റിന് കൊടുക്കുക, വാടകയ്ക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ ഈ വാരം ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം എന്നുള്ളതാണ്. പിന്നീട് അതുകൊണ്ട് ലീഗലായിട്ട് കോംപ്ലിക്കേഷൻസ് വരാം. നമുക്ക് ധനനഷ്ടം വരാനുള്ള സാധ്യത ഏറെയാണ്. ഈ പവർ ആൻഡ് അതോറിറ്റി ഉള്ള ഓഫീഷ്യൽസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി കീപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ്. അത് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സമയമാണ്. ചില വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ മാറിയിരിക്കാനോ അത് പെട്ടെന്ന് കണ്ടില്ല എന്ന് തോന്നാനോ അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെടുവാനോ ഒക്കെയുള്ള സാധ്യതകൾ ഏറെയുള്ള വാരമായതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ കൊണ്ട് ഈ പ്രയാസങ്ങൾ കുറയ്ക്കുവാൻ കഴിയും. ഓഫീസിലൊക്കെ നമ്മളൊരു കമൻറ്റ് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പൊതു താല്പര്യമുള്ള ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായം കഴിയുന്നതും പറയാണ്ടിരിക്കുക എന്നുള്ളത്. അന്യരുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ആയാൽ പോലും, അല്ലെങ്കിൽ ഓഫീസിൽ നമ്മളെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ അവർ ഇങ്ങോട്ട് പറഞ്ഞാൽ തന്നെ ഇടപെടുന്നതോ അതിനൊന്നും പറ്റിയൊരു വാരമല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക എന്നുള്ളതാണ്. ടൂ വീലർ യാത്രയൊക്കെ ഒന്ന് കുറച്ചോളൂ കേട്ടോ. രാത്രികാല സഞ്ചാരം പ്രായമായവർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വിവാഹ കാര്യങ്ങൾക്ക് അത്ര അങ്ങോട്ട് ശുഭമാണ് ഈ വാരം എന്ന് പറയാൻ പറ്റില്ല. എന്നുള്ളതുകൊണ്ട് നല്ല ജാതക പൊരുത്തവും സ്ഥാനതുല്യതയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം വിവാഹ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിദ്യാർത്ഥികൾ ഈ പ്രണയ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതാണ് നല്ലത്. സോഷ്യലൈസേഷനിൽ നിന്നുമൊക്കെ അല്പം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. വിനോദ കാര്യങ്ങളിൽ ശ്രദ്ധ കുറച്ചുകൊണ്ട് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചോളൂ എന്നാണ് ആചാര്യന്മാർ പറയുക. ബാധ്യതയൊക്കെ ഉള്ളവർ കൂടുതൽ ബാധ്യതകൾ വരുത്തി വെക്കാണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അനാവശ്യ ചിലവുകളൊന്ന് കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ അനാവശ്യ ചിലവെന്ന് വെച്ചാൽ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവൊന്ന് കുറച്ചുകൊണ്ട്, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കടമൊക്കെ ഉണ്ടെങ്കിൽ അത് റീപേ ചെയ്യാനായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നും കാണുന്നുണ്ട്. പൊതുവെയുള്ള ഈ ടെൻഷൻസ് ഉണ്ടല്ലോ, സാമ്പത്തികമായിട്ട് അല്പം ഒരു ടൈറ്റ്നെസ് വരുന്നത് കൊണ്ടുള്ള ടെൻഷൻസൊക്കെ നീക്കുവാനായി വെള്ളിയാഴ്ചകളിൽ അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തുക. അടുത്ത് അന്നപൂർണേശ്വരി ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്താം. അല്ലെങ്കിൽ ദേവീക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. അന്നപൂർണേശ്വരി സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. മനസ്സിന് സന്തോഷവും സമാധാനവും വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വിവാഹ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് കുറച്ച് കാലമായിട്ട് ജാതകമൊക്കെ നോക്കിയിട്ട് ചേരാണ്ടൊക്കെ വരുമല്ലോ. ഇപ്പോൾ ചൊവ്വാദോഷം, രാഹുദോഷം, ശനിദോഷം എന്നൊക്കെ പറയുന്ന ജാതകങ്ങളുണ്ടല്ലോ. അങ്ങനെ ദോഷങ്ങളൊന്നും തന്നെ ഇല്ല. ചില പ്രത്യേക സ്ഥാനങ്ങൾ കാരണം ജാതക പൊരുത്തം കിട്ടാണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയുള്ള ജാതകങ്ങളുള്ളവർക്ക് ചേരുന്ന ജാതകങ്ങൾ വന്നു ചേരുന്ന ഒരു വാരമാണെന്നുള്ള കാര്യം അറിയാം. നമ്മൾ ഭൗതികമായിട്ട് അതിന് പരിശ്രമിക്കുക കൂടെ വേണം. ഇന്നാണെങ്കിൽ ഇപ്പോൾ ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ കോൺടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് ശ്രമിച്ചാൽ, പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല, ഏത് വീട്ടിൽ ഏത് കുട്ടി ഉണ്ട് എന്നൊക്കെ ആൾക്കാർക്ക് വ്യക്തമായിട്ടറിയാം. ഇന്ന് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അന്യരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കണം. ഭൗതികമായിട്ട് നമ്മൾ ശ്രമിക്കാനുള്ളത് ശ്രമിക്കണം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം
ആകുവാൻ ഭാഗ്യമുള്ള ഒരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഈ ബിസിനസ് ഫീൽഡിലുള്ളവർ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ വിപുലീകരിക്കുവാനൊക്കെയുള്ള ഒരവസരം ലഭിക്കും. ഇതിനാവശ്യമായിട്ടുള്ള ലോണോ അല്ലെങ്കിൽ ഗവൺമെൻറ് സാങ്ഷനോ ഒക്കെ ലഭിക്കാൻ ഭാഗ്യമുള്ള ഒരു വാരമാണ്. പിന്നെ വീട് പണി അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുക, വസ്തു വാങ്ങുക, കുടുംബത്തിൽ പാർട്ടിഷൻ നടക്കുക, ഇതിനുമൊക്കെ സാധ്യത ഏറെയുള്ള വാരമാണ്. അതിന് വേണ്ട ഒരു പ്ലാനിങ്, അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഗവൺമെൻറ് സാങ്ഷനോ ഉണ്ടെങ്കിൽ അത് ലഭിക്കുക, ഇതിനൊക്കെയുള്ളൊരു യോഗമുള്ള സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക എന്നുള്ളതാണ്. അതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പിന്നെ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുള്ളതാണ്. പുതിയ വാഹനം ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഏറിയിരിക്കുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് മഹാഗണപതി പ്രീതി വരുത്തുക. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ എല്ലാ ദിവസവും വണങ്ങുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ കുറയും. എന്നാൽ ഈ രാശിയിൽ ജനിച്ച വളരെ കുറച്ച് പേർക്ക് ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായതായിട്ട് കണ്ടുവരുന്നുണ്ട്. അവരവരുടെ ജാതകം പരിശോധിച്ച് അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണോ എന്ന് നോക്കുക. കുടുംബജീവിതത്തിലും 7ാം ഭാവം അല്പം ബലക്കുറവുള്ളവർക്ക്, ഈ രാശിയിൽ ജനിച്ച പലർക്കും കുടുംബത്തിൽ അല്പം ഒരു സമാധാനക്കുറവും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് ശ്രീകൃഷ്ണ പ്രീതി വരുത്തിക്കോളൂ. ഈ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. സന്തോഷമായിരിക്കാം. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. മാറ്റങ്ങൾ വരുന്ന ഒരു കാലമാണെന്ന് സ്വയം തോന്നിത്തുടങ്ങുന്ന ഒരു സമയം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല മാറ്റങ്ങളും ആ ജീവിതത്തിൽ വരുത്തണം എന്നുള്ളൊരു ഫീല് വരും. പലതരത്തിലുള്ള കുടുംബത്തിലെ ടെൻഷൻസൊക്കെ ഉള്ള ഒരു സമയം തന്നെയാണ്. അതങ്ങോട്ട് മാറിയിട്ടൊന്നുമില്ല. പലതരത്തിലുള്ള ടെൻഷൻസ്, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടുള്ള ടെൻഷൻ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുള്ള ഒരു ടെൻഷൻ, സന്തതിഭാവം, കുട്ടികളുടെ ഉയർച്ച, ഒരു വശത്ത് ഉയർച്ചയുണ്ടാകുകയും ചില വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ അത്രത്തോളം ഉയർച്ച ഇല്ലാത്തതുമൊക്കെ കൊണ്ട് മനസ്സിനേറെ ടെൻഷൻ വരുന്ന ഒരു കാലമായിരുന്നു. അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം അറിയുക. എന്നാൽ പ്രാർത്ഥന കൊണ്ട് ഇതൊക്കെ മാറ്റുവാൻ കഴിയുന്ന ഒരു കാലം കൂടിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. നാരായണീയ പാരായണം അത്യാവശ്യം വേണം. നാരായണീയ പാരായണം ദിവസവും ഒരു ദശകമെങ്കിലും പാരായണം ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ജീവശക്തി, ലൈഫ് ഫോഴ്സ് എന്ന് പറയുമല്ലോ, അതുകൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും വിജയത്തിൽ എത്തിക്കുവാനുള്ള ഒരു കഴിവുണ്ടാകും. താല്പര്യം കൂടെ വരണമല്ലോ. പലപ്പോഴും അലസമായിട്ട് സമയം കളയുന്ന ഒരവസ്ഥ കഴിഞ്ഞ വാരങ്ങളിലുണ്ടായിരുന്നു. ആ അലസത അങ്ങോട്ട് നീക്കണം, എന്തായാലും നീക്കുക എന്നുള്ളതാണ്. അത് ദിവസവും രാവിലെ എഴുന്നേറ്റ് അലസത നീക്കി പ്രയത്നിക്കാനായിട്ടുള്ള ഒരു ശക്തി തരയണമേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ഹനുമൽ പ്രീതിയാണ് ഏറ്റവും നല്ലത്. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഹനുമാൻ ആ ജീവശക്തി നൽകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഡൈനമിസം എന്ന് പറയുമല്ലോ, അതൊക്കെ നൽകും. പിന്നെ വിധി എന്നിവിടെ ഉദ്ദേശിച്ച ഗ്രഹനില അനുസരിച്ച് അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ വന്നു തുടങ്ങുന്ന ഒരു കാലം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് പ്രണയമോ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിൽ ഒരു മുന്നോട്ട് പോകൽ അനുഭവപ്പെടുന്ന ഒരു സമയവും, ബിസിനസ്സിലായാലും ജോലിയിലായാലും ഉയർച്ചയുടെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു അവസരങ്ങൾ വരുന്നതിൻ്റെ ഒരു സൂചനയൊക്കെ ലഭിക്കാനും, വസ്തുവിൻ്റെ ക്രയവിക്രയത്തിനുള്ള സാധ്യത, വിൽക്കുക വാങ്ങുക, ഇതിനുള്ള സാധ്യതയുമൊക്കെ ഏറുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യം. ദുർഗാക്ഷേത്ര ദർശനം തിങ്കളാഴ്ചകളിൽ നടത്തുന്നതും അവിടെ കുങ്കുമാർച്ചന നടത്തുന്നതും കൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുകയും അതിൻ്റെ ആ ഒരു ശക്തി, അനുകൂലമായിട്ടുള്ള ഫലങ്ങളുടെ ഒരു ശക്തി വർദ്ധിപ്പിക്കുവാനും കഴിയും എന്നുള്ളതുകൊണ്ട് കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാനുള്ള ഒരു താല്പര്യമുണ്ടാകും, അതിലൊരു വിശ്വാസവും ഉണ്ടാകും, ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിൽ നിന്ന് സുഖകരമായിട്ടുള്ള ഒരു ഉറക്കം, അത് സമാധാനം ഉണ്ടെങ്കിലല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ സമാധാനത്തോടുകൂടി ഉറങ്ങാനുള്ളൊരു സാഹചര്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം.
പൊതുവേ വരുമാനം വർദ്ധിക്കാനുള്ളൊരു യോഗമുണ്ട്. ചെറിയ കച്ചവടമായാലും റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ആയാലും ചെറിയ പീടികയൊക്കെ നടത്തുന്നവർക്കും ഒക്കെ വരുമാനം ഒന്ന് കൂടാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അതിൽ അല്ലെങ്കിൽ വെഹിക്കിൾ ബിസിനസ്സോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ചെയ്യുന്നവർ, ഓട്ടോമൊബൈൽ എൻജിനീയേഴ്സ്, ഇവർക്കൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വാരമാണ്. ജോലിക്ക് അവസരം അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന വെഹിക്കിൾ റിലേറ്റഡ് ജോബിലൊക്കെ ഒരു ഉയർച്ച, ബെറ്റർ ഇൻകം ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. പഴയ ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അത് അല്പം ഒന്ന് കുറയ്ക്കുവാൻ കഴിയുമില്ലെങ്കിൽ കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു ചേരുന്ന വാരം കൂടിയാണ് എന്ന് പ്രത്യേകിച്ച് അറിയുക. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരും. ഹൈ കോൺടാക്ട്സ് ഉള്ളവർ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. തിരക്കേടില്ലാത്തൊരു ജോലിയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയിലൊരു ഉയർച്ചയോ സാലറി അരിയേഴ്സോ ഒക്കെ ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യവും കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. എന്നാൽ ആരോഗ്യകാര്യങ്ങളിലൊരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ആവർത്തിച്ച് വരാം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2 വീലർ റൈഡൊക്കെ യങ്സ്റ്റേഴ്സ് നടത്തുന്നത് അവരുടെ അമ്മയും അച്ഛനും ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കൂട്ടുകെട്ട് കൊണ്ടും ചെറിയ പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് കോളേജിലും സ്കൂളിലും ഒക്കെ കഴിയുന്നതും നമ്മൾ വിനോദം ഒന്ന് കുറച്ച് അധികം ഒരു ഫ്രണ്ട്ഷിപ്പൊന്നും വേണ്ട, പഠന കാര്യങ്ങളിൽ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അതായത് എഡ്യൂക്കേഷനിലൊക്കെ നമ്മുടെ ഈക്വൽസുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്നതുകൊണ്ട് പഠന കാര്യങ്ങളിൽ ഒരു ഉയർച്ച വരും എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ശനിപ്രീതി വരുത്തിക്കൊള്ളൂ. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനവുമോടെ നീരാജനവും കഴിപ്പിച്ചുകൊണ്ട് ധർമ്മശാസ്ത്ര സ്തോത്രം ജപിച്ചോളൂ. ജീവിത വിജയം ഉറപ്പാണ് എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്രം അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. അധിക പണച്ചെലവൊക്കെ വരുന്നതുകൊണ്ട് ചെറിയൊരു മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ പണം ചിലവായി പോയാൽ എന്ത് ചെയ്യും? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അഡീഷണൽ എക്സ്പെൻസസ് വരിക. അതായത് വെഹിക്കിൾ റിലേറ്റഡോ അല്ലെങ്കിൽ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടോ കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രയാസങ്ങൾ കൊണ്ടോ ഒക്കെ ഇങ്ങനെ പണം ചിലവായി പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെൻഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഈ വാരവും തുടരാനുള്ളൊരു സാധ്യതയുണ്ട്. മഹാലക്ഷ്മി പ്രീതി വരുത്തിക്കോളൂ. അടുത്ത ക്ഷേത്രത്തിൽ മഹാലക്ഷ്മി ക്ഷേത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. മഹാലക്ഷ്മി സ്തോത്രം ദിവസവും ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ എന്തായാലും കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. അതായത് ഈ രക്തദൂഷ്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ഒരു പ്രായം കടന്നവരൊക്കെ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതാണ് എന്നുള്ള കാര്യം അറിയുക. BP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അത്ര നല്ലൊരു സമയമല്ല, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ട ഓം നമഃ ശിവായ ജപിച്ചാൽ മതി. ആരോഗ്യ പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിക്കോളും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഈ രാശിയിൽ ജനിച്ചവരുടെ ഈ സന്തതി സ്ഥാനീയർക്ക് ഉയർച്ചയ്ക്കുള്ള ഒരു ഭാഗ്യമുണ്ട്. അവരുടെ പഠന കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവർ എഡ്യൂക്കേഷനിലൊക്കെ മുന്നോട്ട് പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സർപ്പപ്രീതി കൂടി വരുത്തിക്കോളും. മനസ്സിന് അല്പം ടെൻഷനുള്ള ഒരു സമയമായതുകൊണ്ട് നമുക്കൊരു ലൈഫ് ഫോഴ്സ് നമ്മൾ പറയുമല്ലോ, ജീവശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മൾ സർപ്പപ്രീതി നാഗരാജാ ക്ഷേത്ര ദർശനം നടത്തുക. മണ്ണാറശാല, വെട്ടിക്കോട്, അല്ലേ, നാഗരമ്മൻ കോവിൽ, പാമ്പുമേക്കാവ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നാഗചൈതന്യം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അവിടെ ഒരു മുഹൂർത്തകാലമെങ്കിലും അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. 48 മിനിറ്റ്സാണ് ഒരു മുഹൂർത്തകാലം. അതായത് 1 മണിക്കൂറെങ്കിലും മിനിമം അവിടെ ഒന്ന് പ്രാർത്ഥിച്ചോളും. അപ്പോൾ നാഗചൈതന്യം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് നമുക്കൊരു ജീവശക്തിയും ഒരു ഡൈനമിസവും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നൊരു ഊർജ്ജസ്വലത തിരിച്ചു കിട്ടാനും വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉയർച്ച വരികയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്കും അതിൻ്റെ നിശ്ചയത്തിനൊന്നും ഈ വാരം അത്ര അനുകൂലമല്ല. വിവാഹ നിശ്ചയം ഒക്കെ നമ്മൾ ജാതകമൊക്കെ നന്നായിട്ട് നോക്കിയിട്ടേ മുന്നോട്ട് പോകാവൂ എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ശ്രീകൃഷ്ണ പ്രീതി കൂടി വരുത്തിക്കോളൂ. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 3/4 ഭാഗം. പൊതുവെ അനുകൂല ഭാവം വരുന്ന ഒരു വാരമാണ്. വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ കുറയുന്നതായി അനുഭവപ്പെടും.
വിവാഹ നിശ്ചയത്തിനൊക്കെ സാധ്യതയുള്ള ഒരു വാരമാണ്. കുറച്ചു കാലമായിട്ട് വിവാഹ കാര്യങ്ങളിൽ പ്രയാസമുണ്ടായിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ വരാനുള്ള യോഗമുണ്ട്. ജാതകത്തിൽ ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ചൊവ്വാദോഷം, രാഹുദോഷം ഇവയൊക്കെ ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നു. വിവാഹത്തിനായി ഭൗതികമായിട്ട് നമ്മൾ ശ്രമം കൂടി വേണമല്ലോ. ഇപ്പോൾ നല്ല സമയം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാണ്ട് ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുപോലെ നമ്മൾ വിവാഹ കാര്യങ്ങൾക്ക് ഒന്ന് ശ്രമിക്കേണ്ട വാരമാണ്. പൊതുവേ ഉയർച്ച വരുന്ന ഒരു കാലമാണ് ബിസിനസ് രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക്. ബിസിനസ് ഫീൽഡിൽ അവിചാരിതമായിട്ട് അല്പം പണം വരാൻ, ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട്, എക്സ്പാൻഡ് ചെയ്യാനായിട്ടൊക്കെ എന്തെങ്കിലും ഒരു സോഴ്സ് വരും. ലോണോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ വ്യക്തികളെ കൊണ്ടുള്ള സഹായമോ ഒക്കെ വരാനുള്ള ഭാഗ്യമുള്ള, അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ജോലി അന്വേഷിക്കുന്നവർക്കും അർഹമായിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിച്ചാൽ അനുകൂലമായിട്ടുള്ള ഫല സൂചനകൾ കാണുന്നു. അതിനുവേണ്ടി പണം മുടക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ള കാര്യം അറിയുക. ഒരു പ്രായം കടന്നവർക്ക് മനസ്സിന് ടെൻഷൻ, ഒരു കാരണവും ഇല്ലാണ്ട് തന്നെ ഒരു ടെൻഷൻ വരാം. അതിൽ ഉറക്കക്കുറവ്, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതാണ് ഏറ്റവും പ്രധാനം. അതിലേറ്റവും പ്രാധാന്യമുള്ള പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ നാരായണീയം 5 ദശകമെങ്കിലും ദിവസവും പാരായണം ചെയ്യണം നിർബന്ധമായിട്ട്. അപ്പോഴേക്കും മനസ്സിന് സമാധാനം, രൂപം മനസ്സിലങ്ങനെ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. മനസ്സിന് സമാധാനവും സന്തോഷവും സുഖകരമായിട്ടുള്ള ഉറക്കവും ഒക്കെ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിയുടെ അനുകൂല ഭാവം ഏറിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ കൂടുതൽ ആൾക്കാർക്കും. അപ്പോൾ അവരുടെ തടസ്സങ്ങൾ നീക്കാനായിട്ട് അടുത്ത ദേവീക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. സാമ്പത്തികമായി അല്പം ടൈറ്റ് ആവുന്ന ഒരവസ്ഥ വരാം എന്നുള്ളതാണ്. അതായത് വരുമാനമൊക്കെ ഉണ്ടാകും, എന്നാൽ ചിലവ് ഏറിയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലോണും കടവും ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ ഒരു റീപേയ്മെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ട് ഒരു ടെൻഷൻ. അപ്പോൾ നമ്മുടെ ടെൻഷൻ വരുമ്പോൾ എന്താണ്, നമ്മുടെ സംസാരം പോലും അത്ര അങ്ങോട്ട് ശരിയാവണമെന്നില്ല. അപ്പോൾ വീട്ടിനകത്തൊക്കെ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയോടായാലും സ്വന്തം കുട്ടികളോടായാലും ഒക്കെ പെരുമാറുമ്പോൾ ഒരു നിയന്ത്രണം പാലിച്ച് സന്തോഷം മനസ്സിലുണ്ടാക്കി വേണം സംസാരിക്കുവാൻ എന്നുള്ള കാര്യം അറിയാം. ഓഫീസിലൊക്കെ അന്യരുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അഭിപ്രായം പറയാണ്ടിരിക്കുക. വ്യക്തിപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഒരാവശ്യവുമില്ലാത്തൊരു കമൻറ്റ് നടത്തുന്നതുകൊണ്ട് ഒരുപക്ഷെ പലരും അകൽച്ചയിലേക്ക് എത്താം എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഔചിത്യത്തോടുകൂടി പെരുമാറുവാനും സംസാരിക്കാനും നമ്മൾ പഠിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലാരാ സഹായിക്കുന്നത്? സരസ്വതി ദേവി തന്നെയാണ്. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഈ ശ്ലോകം ജപിച്ചോളൂ. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉയർച്ച വരും എന്ന് മാത്രമല്ല, പൊതുവെ പ്രായഭേദമന്യേ ഔചിത്യത്തോടുകൂടി സംസാരിക്കുവാനും പെരുമാറുവാനും കഴിയും. അതുകൊണ്ട് തന്നെ ജീവിത വിജയം ഉണ്ടാകുകയും ചെയ്യും. വ്യക്തിബന്ധങ്ങളിലെ ശൈഥില്യമോ അല്ലെങ്കിൽ അകൽച്ചയോ ഒഴിവാക്കുവാനും സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും, ഗൃഹത്തിൽ പ്രത്യേകിച്ചും എന്നുള്ള കാര്യം അറിയുക. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവേ കാര്യങ്ങളിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾ കുറയുന്ന വാരമാണ്. അത് കുറച്ചു കാലമായിട്ട് ആ മാറ്റങ്ങൾ അനുഭവേദ്യമായിട്ടുണ്ടാകും. ഈ ആഴ്ചയിൽ അത് വളരെ പ്രകടമാകും. അവസരങ്ങൾ ഇങ്ങനെ വരും. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ജോബ് ഓപ്പർച്യൂണിറ്റി എവിടെയാണ് എന്ന് നമ്മൾ എൻക്വയറി ചെയ്യണം. എവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ടോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. ഇൻ്റർവ്യൂവിന് വരുന്ന കോള് തീർച്ചയായിട്ടും നമ്മൾ അറ്റൻഡ് ചെയ്യണം. പറയും എല്ലാവർക്കും ഇതൊക്കെ അറിയാമെന്നുള്ള കാര്യമല്ലേ, പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയല്ല, ക്യാമ്പസിലൊന്ന് നോക്കി നോക്കും. ക്യാമ്പസ് കഴിഞ്ഞവരും ഒക്കെ അയ്യോ ഇന്നലെ ആയിരുന്നല്ലേ ലാസ്റ്റ് ഡേറ്റ്, എന്നാൽ എന്നോടൊന്ന് പറയണ്ടേ.
ഇത് പലരും നമ്മൾ തന്നെ അറിയുന്ന ചിലപ്പോൾ 2 ദിവസത്തിന് മുമ്പായിരിക്കും. നമ്മളെല്ലാം ഫോളോ അപ്പ് ചെയ്യണമെന്നില്ല. ചിലരുണ്ട് അത് വളരെ ശരിക്കും പറഞ്ഞാൽ 50% താഴെയുള്ളൂ. വളരെ അലേർട്ടായിട്ട് എല്ലാ വേക്കൻസീസിനെ കുറിച്ചും അവെയർ ആകുകയും ഒരു ആഡ് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പഠിച്ച് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പേഴ്സ് കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ വളരെ അലേർട്ടായിട്ടിരുന്ന് അപ്ലൈ ചെയ്യേണ്ടതും അതുകൊണ്ട് നേട്ടങ്ങൾ വരുവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വാരമാണ് എന്നുള്ളതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് വളരെ അലേർട്ടായിരിക്കണം. കലാ, സിനിമ, TV, മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി വരാം, വിദേശ ബന്ധം വരാം, വിദേശത്ത് നിന്ന് റെക്കഗ്നിഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുക. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്കും അവരുടെ എന്തെങ്കിലും വിവാഹമോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും ഒക്കെ യോഗമുള്ളൊരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. അവർക്ക് എക്സാമിലൊക്കെ വിജയവും അല്ലെങ്കിൽ ഒരു ജോലി സാധ്യത ഈ രാശിയിൽ ജനിച്ചവർക്കും അവരുടെ സന്തതിക്കും ഒക്കെ ഉയർച്ചയുടെ ഒരു കാലമാണ് എന്ന് അറിയുക. അത് പ്രത്യേകിച്ച് മനസ്സിലുണ്ടാകണം. തടസ്സങ്ങളൊക്കെ നീക്കുവാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ സ്തോത്രം പ്രാർത്ഥിച്ചോളൂ. ദിവസവും 5 പ്രാവശ്യം വെച്ച് ജപിച്ചോളൂ. കിഴക്ക് ദർശനമായിട്ട് നിവർന്നിരുന്ന ഗണപതിയുടെ ആ രൂപം മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് പോവുക. വിജയം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മകരം രാശി ഉത്രാടം അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ ഒരു കൺഫ്യൂഷൻ എല്ലാ തീരുമാനങ്ങളിലും ആദ്യം ഉണ്ടാകുകയും എന്നാൽ അതിൽ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുവാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഈ വാരത്തിൻ്റെ ഒരു പ്രത്യേകത. ഉദാഹരണത്തിന് വിവാഹം ഇങ്ങനെ വരുന്നു, 1-2 ഓഫേഴ്സ് ഉണ്ട്, അതിൽ ഏത് തീരുമാനം എടുക്കും, ജാതകപ്പൊരുത്തമൊന്നും നന്നായിട്ടില്ല, മറ്റേതിൽ മധ്യമമേ ഉള്ളൂ, ഇങ്ങനെ അവസരം വരാമല്ലോ. ബിസിനസ് ഇതിലേക്ക് പോകണോ അതിലേക്ക് പോകണോ, അല്ലെങ്കിൽ ആ ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലി മാറണോ എന്നൊക്കെയുള്ള തീരുമാനം, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ സന്തതിഭാവത്തിൻ്റെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രയാസത്തിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ എടുക്കുന്നതിൽ ഒരു തീരുമാനത്തിലൊരു കൺഫ്യൂഷൻ വരാം. അതൊക്കെ മാറി ഒരു തീരുമാനം എടുക്കുവാനും ശക്തമായി മുന്നോട്ട് പോകുവാനും സഹായിക്കുന്ന രീതിയിലുള്ളൊരു ഈശ്വരാധീനം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. വരുമാന കൂടുതലിനുള്ള ഒരു സൂചനയുണ്ട്. എന്താവശ്യത്തിനും ദൈവാധീനം അടുത്ത് തന്നെയുണ്ട്, കൂടെ തന്നെയുണ്ട്. അത് അനുകൂല ഭാവം വന്നു ചേരും. ജോലിയിൽ ഒരു പ്രൊമോഷൻ സാധ്യതയോ സാലറി അരിയേഴ്സ് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമോ ഒക്കെ ഈ വാരം കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. സ്ഥാനചലനം, ജോലിയിൽ തന്നെ ഒരു മാറ്റം വരാം. എല്ലാം അധികാരപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പൊതുവേ മനസ്സിന് അല്പം ഒരു ആശ്വാസം, വലിയ സന്തോഷം ഒക്കെ ചിലർക്ക് വരാം. എന്നാൽ ആ മനസ്സിന് കുറച്ച് പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നവർക്ക് മനസ്സിനൊരു ആശ്വാസം വരുന്ന രീതിയിൽ മനസ്സ് ഭാഗപ്പെടുത്തി എടുക്കുവാനോ വേണ്ടപ്പെട്ടവർ ആ രീതിയിൽ പെരുമാറുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അനുകൂലമായിട്ടുള്ള ചില ഫലസൂചനകൾ ഏറെ കാണുന്ന ഒരു വാരമാണ്. ആരോഗ്യപ്രയാസങ്ങൾ, റൊമാറ്റിക് കംപ്ലയിൻസിൻ്റെയൊക്കെ ഒരു കുറവ്, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്, യോഗമുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യം. ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിതപാപം ക്ലേശദുഃഖസ്യ നാശം അരുണനിഗമഗമ്യം ചാതിമാദിത്യമൂർത്തിം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി. തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാ സ്ഥിതം. ഈ ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും നീങ്ങും, ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങും. സംശയം വേണ്ട, എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ 3/4 ഭാഗം. വരുമാനമൊക്കെ ഉണ്ടാവും, എന്നാൽ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ചെലവേറിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് പുതിയ ബാധ്യതയൊക്കെ നമ്മൾ കഴിയുന്നതും വരുത്താണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ലോൺ റീപേയ്മെൻ്റ് ആയാലും, ഹൗസ് ലോൺ ആയാലും, വെഹിക്കിൾ ലോൺ ആയാലും ഒക്കെ അങ്ങോട്ട് റീപേ ചെയ്യാനായിട്ട് അല്പം ഒരു ടെൻഷൻ, ഒരു ടൈറ്റായിട്ട് ഉള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അതിനൊക്കെ ഒരു മാർഗം ഉണ്ടാവും എന്നുള്ളതിൽ സംശയം വേണ്ട. ആഡംബരങ്ങൾക്കായിട്ടുള്ള ചിലവൊന്ന് കുറച്ചോളൂ, എന്നാൽ ആഡംബരങ്ങൾ വേണ്ട ഒരു വാരമാണ് താനും. പുതിയ വസ്ത്രലാഭം, ആഭരണ ലാഭമൊക്കെ കാണുന്നുണ്ട്. യാത്ര, തീർത്ഥാടനം, ഉല്ലാസയാത്ര ഇവയ്ക്കുള്ള യോഗവുമൊക്കെ ഈ വാരമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അധിക ചെലവ് കാണുന്നു എന്നുള്ളതിൽ
അതൊന്ന് നിയന്ത്രിക്കുക, ചിലവൊന്ന് നിയന്ത്രിക്കുക, അത്രയേ ഉള്ളൂ. ഒരു വരുമാനം ഉണ്ടായിക്കോളും, ഏതെങ്കിലും സോഴ്സിൽ വരുമാനം ഉണ്ടാകും. കുടുംബത്തിൽ പാർട്ടിഷനോ ഒരു വസ്തുവിൻ്റെ ക്രയവിക്രയമോ ഒക്കെ താല്പര്യപ്പെടും, അതിലൊരു തടസ്സമൊക്കെ കാണും. എന്നാൽ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കോളും. 7.5 ശനിക്കാലം അല്ലേ, അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇൻഫെക്ഷൻ പ്രോൺനെസ് ഉണ്ടാവും, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത, ഡൈജസ്റ്റീവായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലർജിക് കണ്ടീഷൻസ് പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ഇതെല്ലാം അങ്ങോട്ട് മാറിക്കോളും. ഓം നമഃ ശിവായ. 108 പ്രാവശ്യം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അലസത, ശരീരത്തിന് ക്ഷീണം, ശ്രദ്ധക്കുറവ് ഇവയൊക്കെ വരാം. വിനോദം കുറച്ച് പഠനകാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ഓം നമഃ ശിവായ ജപിച്ചോളൂ. പഠനകാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാവും. 64 കലകൾക്കും അധിപതിയായിട്ടുള്ള മഹാദേവൻ കാര്യങ്ങൾ വിജയത്തിലെത്തിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. വരുമാനം ഉണ്ടാവും. വരുമാനം അല്പം കൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ബിസിനസ്, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് ഏജൻസ്, ചെറിയ കച്ചവടമൊക്കെ ഉണ്ടല്ലോ, പീടിക, മാർക്കറ്റിംഗ് ബിസിനസ്, ഈ രംഗത്തുള്ളവർക്കൊക്കെ അല്പം ഒരു അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിക്കും. കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാനുള്ളൊരു ആത്മവിശ്വാസം വരും. പലതും വിജയത്തിലെത്തിക്കുവാനും കഴിയും. വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യതയുള്ള വാരമാണ്. കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റ് ഒക്കെ വരാൻ ഭാഗ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ പോസ്റ്റുകളും അപ്ലൈ ചെയ്യുക, എല്ലാ ജോലിക്കുള്ള സാധ്യതകളും ഉപയോഗിക്കുക. ജോബ് ഓപ്പർച്യൂണിറ്റി എവിടെയൊക്കെ ഉണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക. ഇൻ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. കാര്യങ്ങൾ വിജയത്തിലെത്തുവാനുള്ള ഭാഗ്യമുള്ള വാരമാണ്. അതുപോലെ ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് മംഗളകർമ്മങ്ങൾ, അത് വിവാഹം, സന്തതിയുടെ ജനനമൊക്കെ ഉണ്ടാവുക, അവർക്ക് ജോലി തരപ്പെടുക, എഡ്യൂക്കേഷൻ കളർഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുക. ഇങ്ങനെ പൊതുവെ ചില അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഏറെ കാണുന്നു. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അലർജിക് കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, വൈകാരികമായിട്ടുള്ള ചെറിയ ചില പ്രയാസങ്ങൾ, അന്യരുടെ വാക്കുകൾ ഒരുപക്ഷെ നമുക്ക് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഉണ്ടാവുമോ, എന്നാലും അദ്ദേഹം അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രയാസങ്ങൾ നീക്കുവാനായി രാഹുപ്രീതി വരുത്തിക്കോളൂ, സർപ്പപ്രീതി വരുത്തിക്കോളൂ, സർപ്പക്ഷേത്ര ദർശനം നടത്തിക്കോളൂ, അവിടെ ഒരു മുഹൂർത്തകാലം നിന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവയുണ്ടായിരിക്കണം. ഫുൾ നെയിമും എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നത് എന്നുള്ള വിവരവും ഉണ്ടായിരിക്കണം. ഈ പ്രോഗ്രാമിൽ മറുപടി നൽകുവാൻ ശ്രമിക്കാം. കിട്ടുന്ന മെയിൽസിനൊക്കെ കഴിയുന്നതും മറുപടി നൽകുവാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ബർത്ത് ഡേറ്റ എന്നാൽ പൂർണ്ണമായിരിക്കണം, അതിന് മാത്രമേ മറുപടി ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. ഇനി മെയിലിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ മെയില് ശ്രീമതി ശാരദ പൊതുവാൾ, കല്ലായിയിൽ നിന്നാണ്. മകൾ 32 വയസ്സ്, MNC കൺസൾട്ടൻ്റാണ്. നല്ല സാലറിയൊക്കെ ഉണ്ട്. രോഹിണി നക്ഷത്രമാണ്. വിവാഹം നടക്കുന്നില്ല. നല്ലൊരു പൊസിഷനിലാണ്, എന്നാൽ വിവാഹം നടക്കുന്നില്ല. അവിചാരിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വിവാഹം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് പെട്ടെന്ന് തടസ്സപ്പെടുന്ന ഒരവസ്ഥ കഴിഞ്ഞ 6-7 വർഷമായിട്ട് വരുന്നു. അതുകൊണ്ട് കുട്ടി അല്പം വിഷമിച്ചിട്ടാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. വിഷമിക്കാനൊന്നും തന്നെ ഇല്ല. നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കും. ജാതകത്തിൽ അതിൽ യാതൊരു സംശയമില്ല. ശുക്രൻ വളരെ ബലവാനാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ല വിവാഹം തന്നെ ലഭിക്കും. ഇപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ വന്നത് ഒരു കാരണം ദശാപഹാരങ്ങൾ അനുകൂലമല്ല. ഈ ഏപ്രിൽ മെയ് മുതൽ ദശാപഹാരങ്ങൾ അനുകൂലമാകുകയാണ്. 8-ൽ ചൊവ്വ എന്നൊക്കെ പറയും. 8-ൽ ചൊവ്വ ഉള്ളതുകൊണ്ടാണ് ഈ ജാതകം പൊരുത്തപ്പെടാത്തതും. ജാതകം പൊരുത്തപ്പെട്ടാൽ പോലും വിവാഹം നിശ്ചയിക്കാനോ അല്ലെങ്കിൽ നടക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് വരുന്നത്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. തിങ്കളാഴ്ച വ്രതം എടുത്തോളൂ കേട്ടോ. തിങ്കളാഴ്ച വ്രതം എടുത്ത് ശിവസ്തോത്രം ദിവസവും 5 പ്രാവശ്യം ജപിച്ചുകൊണ്ട് തിങ്കളാഴ്ചകളിൽ 18 പ്രാവശ്യം ജപിക്കുക. ഇതിനൊക്കെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും. 2025 ഏപ്രിൽ മെയ് മുതലാണ് കൂടുതൽ നല്ല കാലം.
ഇപ്പോൾ ഒരു മധ്യമകാലത്തിലേക്ക് കിടക്കുകയാണ്. പക്ഷേ കൂടുതൽ നല്ല കാലം 2025 ജൂൺ മുതൽ 9 മാസത്തിനകം വിവാഹം നടക്കാനുള്ള യോഗമുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ പരിഹാരങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രീപോൺ നേരത്തെ ആക്കുവാനും കഴിയും. കാരണം മധ്യമകാലത്തിലേക്ക് ഇത് കൊണ്ടുവരാനും കഴിയും. സന്തോഷമായിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഇനി അടുത്ത മെയിൽ ശ്രീ ഉദയൻ നായർ ചെങ്കൽ. മകൻ ചോദി +2 കഴിഞ്ഞു, അല്ല നടക്കുന്നു. ഏത് വിഷയം ആണ് എടുക്കേണ്ടത്? സയൻസിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാതകം അനുസരിച്ച് ഇരുന്ന് പഠിക്കാനുള്ളൊരു കഴിവൊക്കെ കുറവാണ്. ആൾ വളരെ ഇമോഷണലാണ്, അറ്റാച്ച്ഡാണ്, സെൻറ്റിമെൻ്റലാണ്. ഒരു ഇരുന്ന് പഠിക്കുക, ഹാർഡ് വർക്ക് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനുള്ള ഒരു താല്പര്യം കുറവുണ്ട്. അതുകൊണ്ട് അപ്ലൈഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് വിടുന്നതായിരിക്കും നല്ലത്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, അതൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, അതൊക്കെ നല്ലതാണ്. ഫുഡ് ഐറ്റംസ് വളരെ അനുയോജ്യമാണ്. ഇപ്പോൾ ഫുഡിൻ്റെ പ്രോസസ്സിങ്, അതിൻ്റെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അല്ലെങ്കിൽ ഫുഡ് ക്രാഫ്റ്റൊക്കെ വളരെ നല്ലതാണ്. ടൂറിസം, ട്രാവൽ ആൻഡ് ടൂറിസം എന്നൊക്കെ പറയുമല്ലോ, ആ മേഖലയും വളരെ നല്ലതാണ്. അതിലെന്തെങ്കിലും ഒരു അപ്ലൈഡ് കോഴ്സ് ചെയ്യാവുന്നതാണ്. അതൊക്കെ വിജയത്തിലെത്തിക്കുവാൻ കഴിയും. വിദേശധനം വരാനുള്ള ഒരു ഭാഗ്യവും ഇതിനകത്തുണ്ട്. ഫുഡ് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണ് കാണുന്നത്. ആ രംഗത്ത് നിന്നാണ് വരുമാനം കാണുന്നത്. നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. ബിസിനസ് അനുയോജ്യമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. സന്തോഷമായിരിക്കും. അടുത്ത മെയിൽ ശ്രീമതി സൗമ്യ ജോൾസ് വെല്ലിംഗ്ടണിൽ നിന്നാണ്. നക്ഷത്രം അനിഴം. കഴിഞ്ഞ 1 വർഷമായി സാമ്പത്തിക പ്രശ്നമാണ്. വരുമാനം കുറഞ്ഞു, ബിസിനസ് നന്നായിട്ട് പോകണില്ല എന്നാണ് പറയുന്നത്. എന്നാൽ കോവിഡ് ടൈമിൽ പോലും ബിസിനസ് നന്നായിട്ട് പോയിരുന്നു, നല്ല ലാഭം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിസിനസ് ഡള്ളാണ്. എന്താ ബിസിനസ്? ബേക്കറി സപ്ലൈ ആണ്. ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി ബേക്കറിയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ്. പ്രൈവറ്റായിട്ടും സപ്ലൈ ചെയ്യുന്നുണ്ട്. കേറ്ററിംഗ് വലിയ തോതിലില്ല, ലിമിറ്റഡ് ആയിട്ടാണ് സപ്ലൈ. നല്ല വരുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ടാണ് ഈ പ്രയാസങ്ങളുണ്ടായത്. ഇത് മാറുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനിഴം നക്ഷത്രമാണ്. ഇപ്പോൾ സമയം അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് ഈ പ്രയാസങ്ങളുണ്ടായത്. ഈ ജൂൺ മുതൽ തീർച്ചയായിട്ടും ക്രമേണ മെച്ചമാകും. ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ 2024 യു വിൽ ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ വെരി ഗുഡ് പൊസിഷൻ. സംശയം ഒന്നും തന്നെ വേണ്ട. വരുമാനം വർദ്ധിക്കും. അപ്പോഴേക്കും ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട് കുറച്ചുകൂടി ബിസിനസ് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. 2025 ആദ്യ ഭാഗം വളരെ സന്തോഷിക്കാനുള്ള ചില അവസരങ്ങളൊക്കെ ഉണ്ടാവും. അതായത് വളരെയധികം ബിസിനസ്സിൽ ഉയർച്ച വരുന്നതുകൊണ്ട് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നത് കൊണ്ടുള്ളൊരു സന്തോഷമൊക്കെ വന്നു ചേരുന്ന കാലം അത് ആരംഭിക്കുകയാണ്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സ്വന്തം വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥന നടത്തിക്കോളൂ കേട്ടോ. വെള്ളിയാഴ്ചകൾക്കാണ് പ്രാധാന്യം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. മെയിലിനുള്ള മറുപടി, എല്ലാ മെയിൽസിനുള്ള മറുപടിയും നമ്മൾ അതാത് ആഴ്ചകളിൽ തന്നെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കംപ്ലീറ്റ് ആയിരിക്കണം, ബർത്ത് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിരിക്കണം. പല മെയിൽസും വരുന്നതിൽ ബർത്ത് ഡീറ്റെയിൽസ് ഇല്ല, നക്ഷത്രം മാത്രമേ ഉള്ളൂ, അതിന് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാസമില്ല, വർഷമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരിമിതികൾ പല മെയിൽസിലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഫുൾ നെയിം വേണം. മെയിൽ എവിടെ നിന്നാണ്, ഏത് സ്ഥലത്തു നിന്നാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. എന്താണ് അറിയേണ്ടത് എന്നും മെയിലിൽ പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ മെയിൽസിന് മറുപടി നൽകുവാൻ ശ്രമിക്കാം. ഈ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വൈകാതെ തന്നെ നക്ഷത്രഫലവും വരുന്നു. നക്ഷത്രഫലം അതാത് ദിവസങ്ങളിൽ ആർക്കൊക്കെയാണ് പിറന്നാൾ വരുന്നത് ആ പിറന്നാൾ ഫലം കൂടി പറയുന്ന പ്രോഗ്രാമും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ.